അവിടെ ബഹുജന സമ്മേളനത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വലിയ ചെങ്കടലാക്കാൻ, ആശ്രാമ മൈതാനത്തെ ചെങ്കടലാക്കാൻ പോകുന്ന രീതിയിലുള്ള വിപ്ലവത്തിന്റെ മണ്ണാണ്. ഈ പറയുന്ന പോലെ സകല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ്. ഇപ്പോഴും പരമ്പരാഗത തൊഴിലാളികളുള്ള മണ്ണാണ്. സ്ത്രീകൾ ഒരുപാട് ജോലി എടുക്കുന്ന മണ്ണാണ്. കശുവണ്ടി തൊഴിലാളികളുടെ നാടാണ്. കയർ തൊഴിലാളികളുടെ നാടാണ്. മത്സ്യബന്ധന മേഖലയുടെ നാടാണ്. അങ്ങനെ അടിസ്ഥാനവർഗ തൊഴിലാളികൾ ഒരുപാടുള്ള കൊല്ലത്ത് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും ആ പാർട്ടി പ്രവർത്തകരൊക്കെ എന്നുള്ളതാണ് CPM-ന്റെ പ്രതീക്ഷ. അതിനിടയിൽ വരുന്നൊരു വാർത്ത, സംസ്ഥാന സമ്മേളന വേദിയിൽ അതൃപ്തി എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിൽ പത്തനംതിട്ടയിലെ നേതാവിന് അതൃപ്തി എന്നതാണ് ശ്രീകുമാരൻ പറയുന്ന വാർത്ത. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പിണങ്ങിപ്പോയി. പത്മകുമാർ പൊതുസമ്മേളനത്തിന് നിൽക്കാതെ കൊല്ലം വിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ആദ്യമായി കേൾക്കുന്ന ഒരു അതൃപ്തിയുടെ വാർത്തയാണ്. ക്ഷണിതാക്കളുടെ കാര്യത്തിൽ MP ഗോവിന്ദനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വീണ ജോർജിനെ ക്ഷണിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ നേതാക്കളെ ക്ഷണിതാക്കളാക്കി കൊണ്ടുവരും. ആ കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപക്ഷെ കൂടുതൽ പേരുകൾ വരുമ്പോൾ ഈ നേതാവിന്റെ അഭിപ്രായം മാറിയേക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എതിർപ്പ് വീണയെ ഇതിൽ ഉൾപ്പെടുത്തിയതിനുമാകാം. ഒരുപക്ഷെ വീണ താരതമ്യേന പത്മകുമാരൊക്കെ ജൂനിയർ ആയതുകൊണ്ടാകാം. ഒരു സ്ഥിരം ക്ഷണിതാവ് എന്ന് കൊടുക്കുന്നതിനകത്തുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമായിരിക്കാം. എന്തായാലും എന്താണ് കാരണം നമുക്ക് ശ്രീത്തോട് ചോദിക്കാം. അതിനിടയിൽ ഇടത്തരക്കാരെ ലക്ഷ്യമിട്ട് CPIM നയം മാറ്റുമ്പോൾ LDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ കിട്ടുമോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. തനേഷ് തമ്പി വിവരങ്ങളുമായി ചേർന്നു. തനേഷ്, ബിനോയ് വിശ്വം ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ പറയുന്ന CPM-ന്റെ നയരേഖ മൊത്തം വായിച്ചാൽ മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഉറപ്പായും അംഗീകരിക്കാൻ കഴിയാത്ത, CPIക്കെങ്കിലും ചുരുങ്ങിയ പക്ഷം അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഈ പറയുന്ന ടോൾ ഏർപ്പെടുത്താനുള്ള ആലോചന. ഈ പറയുന്ന സേവനങ്ങൾക്ക് പണക്കാരുടെ കയ്യിൽ നിന്നാണെങ്കിലും സെസ് ഏർപ്പെടുത്താനുള്ള, ഇപ്പോൾ പണക്കാരായ പാവപ്പെട്ടവരാര് എന്നങ്ങനെ തീരുമാനിക്കുന്ന പ്രശ്നമുണ്ടല്ലോ. ഈ പറഞ്ഞ സെസ് ഏർപ്പെടുത്താനുള്ള ഒരാലോചന, മൂലധന നിക്ഷേപം ഏതർത്ഥത്തിൽ വാതിൽ തുറന്ന് കുത്തിയൊലിച്ചെത്തുന്നു, അതിനുവേണ്ടി ഇടത് നയം ഏത് രീതിയിൽ മാറ്റിവെക്കേണ്ടി വരും എന്ന ആശങ്ക എന്ന് പറഞ്ഞാൽ വളരെ വിശദമായ ഇടതുപക്ഷത്തിനകത്തെ തന്നെ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുന്നതാകുമോ പിണറായി വിജയൻ അവതരിപ്പിച്ച മണിക്കൂറുകൾ നീണ്ട മറുപടി നൽകിയ ഈ നയരേഖ? തനേഷ്. ഹാഷ്മി, തീർച്ചയായും LDF-ൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ ചർച്ച ചെയ്ത് അംഗീകരിച്ച ഈ ഒരു നവകേരളത്തിന് വേണ്ടിയുള്ള രേഖ അത് നാളെ ഒരു പബ്ലിക് ഡോക്യുമെന്റായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരും. അതിനുശേഷം കൂടുതൽ ചർച്ചകൾ വിവിധ മേഖലകളിലുള്ള ആളുകളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാണ്, അതായത് ഇപ്പോഴുള്ളതെല്ലാം വെറും പ്രപ്പോസൽസ് മാത്രമാണ് എന്നുള്ളതാണ്, ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് CPIM പറയുന്നത്. എങ്കിൽ പോലും CPIM ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നയരേഖയ്ക്ക് സംസ്ഥാന സമ്മേളനം അംഗീകാരം നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും ഇനി അത് നടപ്പിലാക്കുന്ന ഘട്ടത്തിലേക്കാണ് പോവുക. അപ്പോൾ LDF-ന്റെ അനുമതി ഈ കാര്യത്തിൽ തീർച്ചയായും അനിവാര്യമാണ്. ഒരു മുന്നണി സർക്കാരാണ്. സ്വാഭാവികമായും LDF-ലെ പ്രധാന ഘടകകക്ഷിയായ CPI-യുടെ അതൃപ്തിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ മുഖവിലേക്ക് വരും. കഴിഞ്ഞ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് സ്വകാര്യ സർവകലാശാലകൾ എന്നൊരു ആശയം അന്നത്തെ ഒരു നവകേരള സൃഷ്ടിക്കായുള്ള ഒരു നവകേരള രേഖയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അന്നത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. പിന്നീട് AISF ഉൾപ്പെടെയുള്ള CPI-യുടെ വിദ്യാർത്ഥി സംഘടനയും മറ്റ് ഇടത് സംഘടനകളുമൊക്കെ വലിയ വിമർശനവും എതിർപ്പുമൊക്കെ അക്കാര്യത്തിൽ ഉയർത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ പാതി പിന്നിടുമ്പോൾ ആ ഒരു തീരുമാനം നടപ്പിലാക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ എതിർപ്പുകളോ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അവർ അവരുടെ അഭിപ്രായം പറയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോൾ തന്നെ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള എതിർപ്പ് ഇതിനോടകം തന്നെ അത്തരം ഘടകകക്ഷികളുടെ ബഹുജന സംഘടനകൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം ഒന്ന് ടോൾ അല്ലെങ്കിൽ സെസ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ യൂസേഴ്സ് ഫീ പിരിക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIM. അവർ ആ നയം മാറ്റുന്നു. കേരളത്തിന്റെ വികസനത്തിന് യൂസർ ഫീ അനിവാര്യമാണ് എന്നുള്ള ഒരു നിലയിലുള്ള ചർച്ചയാണ് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രിയും പറഞ്ഞത് അതാണ്. എല്ലാ സമൂഹത്തിലെ പല തട്ടുകളിലുള്ളവരുണ്ട്. എല്ലാ തട്ടുകളിലുള്ളവർക്കും ഒരേ തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് CPIM ഇക്കാര്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഉയർന്ന തട്ടിലുള്ളവരിൽ നിന്ന് യൂസർ ഫീ ഈടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. പക്ഷേ അത് ഒരു ഇടത് വിരുദ്ധ നിലപാടാണ് എന്ന സമീപനമായിരിക്കും CPI സ്വീകരിക്കുക. നേരത്തെ തന്നെ ഈ വാർത്ത ഉയർന്നു വന്നപ്പോൾ തന്നെ അത്തരത്തിലുള്ള എതിർപ്പ് തനേഷ്, അക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുമുന്നണിക്കകത്ത് ആ മുന്നണിയെ നയിക്കുന്ന CPIM നിലവിൽ നേരിടുന്നത് ബ്രൂവറി വിഷയമടക്കം പല പ്രശ്നങ്ങളിലും വികസനത്തിന്റെ കാര്യം പറഞ്ഞ്, വിഭവ സമാഹരണത്തിന്റെ കാര്യം പറഞ്ഞ് പല നയമാറ്റങ്ങളിലേക്കും CPM കടക്കുമ്പോൾ CPI പോലെ മുന്നണിയിലെ രണ്ടാം ഘടക കക്ഷിയെ ബോധ്യപ്പെടുത്താൻ CPM-ന് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നതാണ്. CPI വലിയ എതിർപ്പുകൾ ഉന്നയിക്കുമ്പോൾ പോലും അതിനെ വകവയ്ക്കാതെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അവിടെയാണ് പിണറായി വിജയൻ അവതരിപ്പിച്ച ഈ നവകേരളത്തിനായുള്ള പുതുവഴികളിൽ അദ്ദേഹം പറയുന്നത് ഒരു സാധ്യത എന്ന നിലയിൽ
ഇപ്പൊ യൂസേഴ്സ് ഫീ പിരിക്കുന്നതിനെ കുറിച്ച്, സെസ് കൊണ്ടുവരുന്നതിനെ കുറിച്ച്, പാവപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ പണം സ്വരൂപിച്ച് വിഭവ സമാഹരണം നടത്തുന്നതിനെ കുറിച്ച്, പരിസ്ഥിതി പോലെയുള്ള പ്രശ്നങ്ങളിൽ CPI വലിയ എതിർപ്പുന്നയിക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് വ്യാവസായിക വളർച്ച എന്ന വാദം വെച്ചുകൊണ്ട് ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച്, ഇതൊക്കെ ഇടതുമുന്നണി എന്ന സംവിധാനത്തിനകത്ത് CPIഎമ്മിനെ എങ്ങനെ ഫലപ്രദമായി അവതരിപ്പിച്ച് അവരുടെ പിന്തുണ നേടാൻ കഴിയും? അതൊരു വലിയ പ്രതിബന്ധമായി പാർട്ടിക്ക് മുന്നിൽ നിൽക്കാൻ പോവുകയില്ലേ ഈ നയരേഖ മുന്നോട്ട് വരുമ്പോൾ? GK, ഇത്തരം വിഷയങ്ങളിൽ CPIയെ എത്രത്തോളം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്, കഴിയുന്നുണ്ട് എന്നതിനേക്കാൾ പ്രധാനം. അങ്ങനെയുള്ള ഒരു ശ്രമമൊന്നും CPIഎമ്മിന്റെ ഭാഗത്തുനിന്ന് പൊതുവിലുണ്ടാകാറില്ല. കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ എതിർപ്പുകൾ വരുമ്പോൾ ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായി CPI വഴങ്ങുകയാണ് പതിവ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ CPIയും ആഗ്രഹിക്കാറില്ല. മുന്നണി സംവിധാനത്തിന് അത് ദോഷം ചെയ്യും എന്നുള്ളതും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നത് ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ടും എത്രത്തോളം CPI അതിനകത്ത് കടുംപിടുത്തം പിടിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ CPIയും CPIഎമ്മും ഒക്കെ പല ഘട്ടങ്ങളിൽ എതിർത്തിട്ടുള്ള കാര്യങ്ങളാണ്. ടോൾ ആണെങ്കിലും ഇപ്പോൾ സ്വകാര്യ നിക്ഷേപം കൂടുതൽ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും പൊതുമേഖലയിൽ, പ്രത്യേകിച്ച് പൊതുമേഖലയിൽ സ്വകാര്യ നിക്ഷേപം എന്നുള്ള സങ്കല്പമൊക്കെ അത് എത്രത്തോളം CPIഎമ്മിന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയും എന്നത് തനേഷ്, ഞാൻ മനസ്സിലാക്കുന്ന ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ പൊതുമേഖലാ ബാങ്കുകളെ വിറ്റഴിക്കുന്നതിൽ അതിശക്തമായ എതിർപ്പുന്നയിക്കുന്ന പ്രമേയമൊക്കെ അവതരിപ്പിച്ച് അത് ചർച്ചയിലേക്ക് വന്ന അതേ സമ്മേളനത്തിൽ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ PPP മോഡൽ എന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് നേരത്തെ CPIഎമ്മിന് അറിവുള്ളതാണോ? ഈ രേഖ വരുന്നതിന് മുൻപ് തന്നെ CPIഎം സംസ്ഥാന സമിതിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും ഒക്കെ അറിവുള്ളതാണോ? രാജ്യമൊട്ടാകെ ഇത്തരത്തിൽ വിറ്റഴിക്കുന്നതൊക്കെ പീപ്പിൾ ഡെമോക്രസിയിലെ ലേഖനങ്ങൾ, എണ്ണമറ്റ ലേഖനങ്ങൾ ഇപ്പോഴും കിടപ്പാണ്. അത് അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ട വേദിയെ ഏറ്റെടുത്തിട്ടുള്ള പാർട്ടിയാണ് CPIഎം. ആ CPIഎം PPP മോഡലിനെ പറ്റി പറയുന്നത് പാർട്ടിക്ക് നേരത്തെ അറിവുള്ളതായിരുന്നോ തനേഷ്? തീർച്ചയായും ഹാഷ്മി, കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച, നവകേരള രേഖയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഇത്തരം ആശയങ്ങളും സംശയങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിനൊക്കെ ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ആ രൂപത്തിൽ, അതായത് പ്രത്യേകിച്ച് യൂസർ ഫീ, ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണം. ഇപ്പം സ്വകാര്യ നിക്ഷേപം പൊതുമേഖലയിലേക്ക് വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, അതിന്റെ ശൈലി എന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണം, ഇല്ലെങ്കിൽ അത് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള നേതാക്കൾ ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉന്നയിച്ചു. ചർച്ചയിൽ പങ്കെടുത്ത 17 പേരിൽ ഭൂരിഭാഗം പേരും ഈ ഒരു നവകേരള രേഖ നടപ്പിലാക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അടിസ്ഥാന വർഗത്തെ കാണാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ ഇത് അനിവാര്യമാണ്, അതായത് കൂടുതൽ വിഭവ സമാഹരണം അനിവാര്യമാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ CPIഎമ്മിന്റെ സംസ്ഥാന സമിതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, നവകേരള രേഖ അംഗീകരിച്ചിരിക്കുന്നത്.